നിങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മൾ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ ക്ഷമിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. അല്ല ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം, ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോലും അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും, അത് സ്വാഭാവികമാണ്. കാരണം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ സജന ഫിറോസ് വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അറിയാലോ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഫിറോസ് വന്നിട്ട് അങ്ങ് ഒരു വലിയൊരു ബോംബ് ഇട്ടിട്ട് പോയത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പുള്ളിക്കാരിനെ എവിടെയും കണ്ടില്ലായിരുന്നു. എനിക്കൊന്നും ഒരാഴ്ച എടുത്തു ഈ സ്ക്രിപ്റ്റ് മുഴുവനൊന്ന് റെഡിയാക്കി ഒന്ന് വെളുപ്പിക്കാനായിട്ട് വരാനായിട്ട്. പക്ഷേ വെളുപ്പിക്കൽ വീണ്ടും തേപ്പായിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിനെ ഒന്നും കൂടി അങ്ങ് നിലം പരശാക്കി കളയില്ലേ, അതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറോളം ഉണ്ട് ഇവരുടെ ഈ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അതും മറുനാടനിലാണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അതാണ് എനിക്ക് ശരിക്കും ആശ്ചര്യമായി തോന്നിപ്പോയത്. കാരണം വെച്ചാൽ മറുനാടൻ സാധാരണ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂസ് ഒന്നും എടുത്ത് കണ്ടിട്ടില്ല. പിന്നെ എന്ത് പറ്റിയെന്നാവും അതും. എന്നിട്ട് മറുനാടന്റെ കമന്റ്സിനകത്ത് വന്നിട്ടും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇവളെ പോലുള്ളവളെയൊക്കെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ എടുത്തത്, എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട്, എന്തിനാ ഇവളെ വാലിരിക്കണ കേൾക്കാൻ പോണെന്നൊക്കെ ചോദിച്ചിട്ട് മറുനാടന്റെ ഒത്തിരി പ്രേക്ഷകർ അങ്ങനെ കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം വേണ്ടത്. അപ്പം കമൻറ്റ്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കാര്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസിന്റെ കുറേ കുറ്റങ്ങളാണ്. ചിലപ്പോൾ നടന്നതാവാതിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഫിറോസിന് നിറയെ കുറ്റങ്ങളാണ് ഇതിനകത്ത് ഇവർ വന്ന് പറയണത്. അതായത് ഫിറോസിന്റെ കുറെ അവിഹിത കഥകളൊക്കെയാണ് വന്ന് പറയണത്. ഒരിടക്ക് ഫേസ്ബുക്കിലൂടെ പുള്ളിക്കാരി ലൈവ് വന്ന സമയത്താണെങ്കിൽ പുള്ളിക്കാരി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടായത്. അത് തന്നെ ഫിറോസിന്റെ കുറ്റങ്ങൾ പറഞ്ഞങ്ങ് ആദ്യം തുടങ്ങുവാണ്. ഫിറോസ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പെണ്ണുപിടിയനാണ്, അതേപോലെ തന്നെ പഞ്ചാരയാണ്, പിന്നെ അങ്ങനെ പല കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ അരമണിക്കൂറോളം അത് തന്നെയാന്ന് തോന്നുന്നു ഫിറോസിനെ കുറിച്ച് ഇരുന്ന് കുറ്റം പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറുനാടൻ ഒരു അവസ്ഥയായി. മറുനാടൻ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ എന്തുകൊണ്ട് എടുത്തു എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ആദ്യത്തെ ഇന്റർവ്യൂ ഒന്നും ആകാത്തോണ്ടായിരിക്കാം മേ ബി ഇതിനായി മറുനാടനിൽ വന്ന് എല്ലാ കാര്യങ്ങളും വന്ന് പറയാനായിട്ട് ഇവര് തീരുമാനിച്ചത്. എന്തായാലും ഇതിനകത്ത് നമ്മുടെ ഫിറോസ് അന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് സജന ഒരാളുടെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരു വീഡിയോ. അതായത് ഒളിച്ചോടി പോകുമ്പോഴത്തേന് അദ്ദേഹം അതായത് ഒളിച്ചോടി പോയ ആ കാമുകനുണ്ടല്ലോ, അതായത് പ്രൊഡ്യൂസർ, ഒരു ആൽബത്തിന്റെ പ്രൊഡ്യൂസർ, പുള്ളിക്കാരൻ എഴുതിപ്പിക്കുന്ന ഇവളെ കൊണ്ട് തന്നെ, അതായത് ഈ സജനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഫിറോസിന് അയച്ചു കൊടുത്തല്ലോ. അത് ഫിറോസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഫിറോസ് അതന്ന് പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പൊ ആ വീഡിയോനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് കേട്ട് നമ്മൾ ചിരിച്ചിരിച്ചാവുക. സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇവരെ തന്നെ കൊല്ലുക അങ്ങോട്ട്. അല്ലാതെ നമ്മൾ എന്ത് പറയാനാ? നിങ്ങളൊന്ന് ഓർക്കണം, അതിനു മുൻപ് തന്നെ ഇവർക്ക് ആ ടൈമില് 2 കുഞ്ഞുങ്ങളാണ്. ഒന്ന് ഫിറോസിന്റെ കുഞ്ഞ്, ഒന്ന് ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞ്. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ അടക്കം ഉള്ളപ്പോഴാണ് ഇവര് ആരുടെ കൂടെ പോകുന്നത്? ഈ അടുത്ത കാമന്റെ 3ാമത്തെ 4ാമത്തെ കാമുകന്റെ കൂടെ എങ്ങാണ്ട് പോകുന്നത്. അതും കൂടാതെ ഇവര് പറഞ്ഞ ന്യായങ്ങൾ കേട്ട് കഴിഞ്ഞ എന്റെ ദൈവമേ, എങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. എടുത്തു എനിക്ക് വേണ്ട എന്ന് തീരുമാനം എടുക്കാൻ കാരണം എടുത്തിട്ടാണ് ഇപ്പം കണ്ടൊരു വീഡിയോ. അതിനകത്ത് ഇപ്പം ഒരു വീഡിയോ, പഴയ ഒരു വീഡിയോ വന്നുകൊണ്ട്, പണ്ടത്തെ ഒരു വീഡിയോ, അതായത് 19-20 വയസ്സിൽ 21 വയസ്സിലുള്ളത് ആ ടൈമിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പം ഫിറോസ് ഞാൻ ഒരാളുമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്ന് വെച്ച് ഇയാൾ എൻ്റെ അടുത്ത് കാണിച്ച വേദന തിരിച്ച് ഞാൻ മനസ്സിലാക്കാത്ത അന്നത്തെ ഒരു പൊട്ടത്തരത്തിൽ ഞാൻ കാണിച്ച പൊട്ടത്തരമാണത്. കാരണം എനിക്ക് ഇയാളെ വേണ്ടാന്നുള്ളത്, ഇയാൾക്ക് എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെന്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ അവരുടെ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഫിർദോസ് എന്ന് പറഞ്ഞ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ സത്യമായിരുന്നു ഒരാളുടെ കൂടെ പോയി. അല്ല അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മൾ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ലില്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ വാക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കറ്റ് മൈൻഡിലാണ് ഞാൻ സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ
ജീവിതമല്ല, ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ് പോലെ ഞാൻ അദ്ദേഹം അത് അങ്ങ് ക്ഷമിച്ചു. വളരെ വ്യത്യസ്തമായ ഒരു പണിഷ്മെന്റ് ആണ് എന്തായാലും സജന കൊടുത്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആരെങ്കിലും കൊടുക്കും ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? അതായത് ഭർത്താവ് അവിഹിതത്തിന് പോയത് കൊണ്ട് ഭാര്യ അതേപോലെ തന്നെ അതേ നാണയത്തില് ഭാര്യയും അവിഹിതത്തിന് പോയിട്ട് അത് റിയൽ ആയിട്ട് പോയി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് അവനെ കൊണ്ട് വീഡിയോ എടുത്ത്, കാമുകനെ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഭർത്താവിന് അയച്ചു കൊടുത്തു. എന്തെല്ലാം ആചാരങ്ങളല്ലേ. എന്തായാലും ഭയങ്കര വലിയ സംഭവമായിപ്പോയി കേട്ടോ. ഭയങ്കര വിചിത്രമായ ഒരു സംഭവമായിപ്പോയി. നമ്മൾ എന്തായാലും ഇതുവരെയായിട്ട് കേട്ടിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. എന്നാലും സജന വഴി നമുക്ക് ഇങ്ങനെയുള്ള ബോധ്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പോയത് ആരാ? ഫിറോസ് ഖാൻ. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറയാൻ. അവൻ ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്ത് അത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ്. അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. അല്ല, ഈ നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയി. അല്ല, കാരണം വെച്ചാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധി. ഇന്റർവ്യൂർ തന്നെ പറയുന്നുണ്ട് ഒരു വിദഗ്ധമായ പ്രതികാരമായി പോയല്ലോ. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ഒരാള് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ആക്കി. എന്ത് പറയാനാണെന്നല്ല, നമുക്ക് ബാക്കി കൂടി കേട്ടു നോക്കാം. ഇതൊക്കെ കേൾക്കാനായിട്ടാണോ സജന വന്നിരുന്നത്? എന്തിനാണ് ഒരു ആവശ്യമില്ല. നിങ്ങൾ ഇതിനൊരു വീഡിയോ ആയിട്ട്, നിങ്ങൾ ഇതിനൊരു ഫിറോസ് ഇട്ട ഒരു വീഡിയോ കാര്യങ്ങൾക്ക് ഒരു റെസ്പോൺസ് ആയിട്ട് നിങ്ങൾ വരരുതായിരുന്നു. ഇപ്പൊ വീണ്ടും നിങ്ങൾ തന്നെ മോശം കാര്യമായിരിക്കുമല്ലേ. എന്തായാലും കേട്ടു നോക്കാം. തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണം, ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോൾ എന്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും അഞ്ചാരവാക്കി പറഞ്ഞാൽ നമ്മൾ വീണു. അല്ലല്ല, മലപ്പുറം ഏരിയയിലായിരുന്നു. ഓ ശരി. അത് അങ്ങനെ ഒരു നിങ്ങൾ അങ്ങനെ പോയെങ്കിൽ വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോകുന്നു. ആ ടൈമിൽ തന്നെ സ്വാഭാവികമായിട്ടും എന്റെ ഭർത്താവ് അങ്ങനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും, അതായത് മറ്റുള്ള സ്ത്രീകളായിട്ട് പരസ്ത്രീ ബന്ധത്തിന് പോയപ്പോഴത്തേക്കും എനിക്ക് വിഷമമായി. അപ്പൊ വിഷമമായപ്പോഴത്തേക്കും എനിക്ക് ആൾക്കാരോട് ഒരു സ്വാഭാവികമായിട്ടൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ സ്വാഭാവികതയിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേറൊരാൾ പരപുരുഷന്മാരായിട്ട് ഇങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോയെന്നാണ് സജന പറയുന്നത്. എന്തായാലും നല്ല ന്യായീകരണമാണ് സജന കണ്ടുപിടിച്ചേക്കണത്. ഒരാഴ്ചത്തെ സ്ക്രിപ്റ്റ് എന്തായാലും ഒന്നും ശരിയായിട്ടില്ല. കുറച്ചും കൂടി നന്നായിട്ട് സ്ക്രിപ്റ്റ് റെഡിയാക്കണമായിരുന്നു. ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനൊക്കെ വിളിക്കാമായിരുന്നു എന്തായാലും സജനയ്ക്ക്. ബാക്കി കൂടി നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ച് പുള്ളിക്കാരൻ കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എന്റെ അങ്ങനെ വേറെ ആൾക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാലും ഫിറോസ് തന്നെയാണ് പുള്ളിക്കാരിക്ക് വലുതട്ടോ. അതാണ് ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. ആത്മാർത്ഥമായ പ്രണയമാണ് സജനയ്ക്ക് ഫിറോസിനോടുള്ളത്. ഫിറോസ് അത് കാണാതെ പോയില്ല. എന്നിട്ട് ഫിറോസ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊണ്ട് ഇട്ട് സജന നാണം കെടുത്ത് വളരെ മോശമായി പോയി. ഇത്രയും ആത്മാർത്ഥമായ പ്രണയം ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരി തിരിച്ചു വന്നത്. ഫിറോസ് അത്രയും കിടന്ന് കരഞ്ഞതൊക്കെ കൊണ്ട് തന്നെ ഫിറോസ് അതൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്തായാലും ബാക്കി കൂടി കേട്ടു വെക്കാം. അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ആങ്കർ ഇരുന്നിട്ട് അവിടെ നിന്ന് ചിരിക്കണേ, അതായത് ആ ഇന്റർവ്യൂ എടുക്കുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ അവിടെ നിന്ന് ചിരിക്കുക. ആ പുള്ളിക്കാരൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കേണ്ടി വരേണ്ട കാര്യങ്ങളെ അവസ്ഥയെ ഭയങ്കര കഷ്ടം തന്നെ. മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. ഞാൻ എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം നീട്ടാൻ ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, അവര് അന്നേ നമ്മൾ അന്നേ വിട്ട. അതന്നെ ശരിക്കും വേണേ അങ്ങനെ പറയാം. ഞാൻ അങ്ങനെ പറ്റിച്ച അങ്ങനെയും വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് അയാളോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതായത് കാമുകനോടൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവില്ല. കൊച്ചു പ്രായമല്ലേ, 10-21 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ കൊച്ചു പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവില്ല. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ നാട്ടുകാരെ ഇത് കേട്ടോണ്ടിരിക്കുന്നവരെല്ലാരും സജനയുടെ ഈ ഇന്റർവ്യൂ സജന ഹൃദയത്തിൽ നിന്ന് തുറന്നു പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ സജന പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ
നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം കേട്ടോ. ഇല്ല, അതിന്റെ പേര് കേസോ വഴക്കോ ഒന്നും ഉണ്ടായി ഒന്നുമില്ല. അത് ആ സംഭവം അപ്പൊ സജിനെ തേടി ഇദ്ദേഹം മലപ്പുറത്ത് വന്നോ? എവിടെ നിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വന്നോ? ഞാൻ തിരിച്ചു വന്നു ഇങ്ങോട്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു അതൊരു ഷൂട്ടിന്റെ പർപ്പസ് ആയിട്ട് പോയ സാധനമാണത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിനായിട്ട് പോയതാണ്. കാരണം ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴും അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് അറിയാം ഇതിന്റെ കഥകൾ മൊത്തം. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എൻ്റെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓക്കെ പറഞ്ഞത് അവർ. പിന്നെ ഈ സ്വാഭാവികമായിട്ട് ഞാൻ അതില്ലാന്നും പറയുന്നില്ല. അവിടെ എനിക്കൊരു ഇഷ്ടവും അവിടെ പുള്ളിക്കാരന് ഒരു ഇഷ്ടം തോന്നി, പുള്ളിക്കാരനും എൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയായിരുന്നു. പക്ഷേ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയതാണ് ശരിക്കും. പോയതേ അല്ല. ആ സാധനം ഉണ്ടാക്കിയത് തികച്ചും നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ഒരിക്കലും പോകാൻ വേണ്ടിയിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാളെ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ്. സാധനം ഉണ്ടാക്കിയത് തികച്ചും നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആയിരുന്നു. പോയില്ല, അത് ആയിരുന്നു. പണ്ടത്തെ കാലത്ത് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഇപ്പൊ എന്ത് പറയണേ അങ്ങോട്ട്. പോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്ന് വെച്ച് കഴിഞ്ഞാൽ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയില്ല, അങ്ങനെയൊക്കെയാണ് ചേച്ചി പറയണത്. പോകാൻ വേണ്ടിട്ടോ, കാരണം ലീഗലി കല്യാണം കഴിച്ച ഒരാളെ ഡിവോഴ്സ് ചെയ്യാതെ ഒരാളോട് പോകാൻ പറ്റുമോ? ഒരിക്കലും. ഡിവോഴ്സ് ചെയ്ത ഒരാളുടെ കൂടെ പോകാൻ പറ്റുമോ? ഡിവോഴ്സ് ചെയ്യാതെ എങ്ങനെ ഒരാളുടെ കൂടെ പോകണം? നിങ്ങൾ പറയാം. എങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിൽക്കണ ഒരാളാ, അതായത് 2 മക്കളുണ്ട് സജീനയ്ക്ക്. ആ 2 മക്കളില് ഒരാളുടെ അച്ഛനാണ് ഫിറോസ്. അദ്ദേഹത്തിന് ഡിവോഴ്സ് ചെയ്യാതെ എങ്ങനെ പോകും? പക്ഷെ ഡിവോഴ്സ് ചെയ്യാതെ പോയി ഗർഭമൊക്കെ ഉണ്ടാക്കുന്നതിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ ആൾക്കാരായിട്ട് ഗർഭമൊന്നും ഉണ്ടാക്കുന്നതിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അത് കളയാനും അതൊന്നും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡിവോഴ്സ് ചെയ്യാതെ നമുക്ക് വേറെ ആളുടെ പോകാൻ പറ്റില്ല എന്നാണ് ചേച്ചി പറയണത്. അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യണത്. നിയമപരമായിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷെ നിയമപരമായിട്ട് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ കല്യാണം കഴിക്കാതെ ജീവിക്കാം. അതുകൊണ്ടായിരിക്കും ഈ റസൂലിന്റെ കൂടെ ഒക്കെ പോയതല്ലേ. എന്തായാലും ബാക്കിയോടെ നമുക്ക് കേട്ടു നോക്കാം. ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇയാളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു സാധനമാണ്. തികച്ചും ക്രിയേറ്റീവ് അല്ല. ഇനിയിപ്പോ ആൾക്കാർ ഇത് വിട്ട് പറഞ്ഞിട്ട് എന്നെ മാറുമായിരിക്കും. സച്ചിൻ എങ്ങനെ പറഞ്ഞു? ആ ചേട്ടൻ അവിടെ നിന്ന് ചിരിച്ച് എന്ത് പറയാനാ എന്റെ പൊന്നെ. ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ മുഖത്ത് നോക്കിയിരുന്ന് ഇങ്ങനെ കള്ളത്തരം പറയാൻ പറ്റണ എന്റെ പൊന്ന് സജനാ. ബാക്കി കൂടി കേൾക്കാം. സജിൻ എങ്ങനെ പറഞ്ഞു? സജിൻ അങ്ങനെ പറഞ്ഞു. എന്റെ സത്യാവസ്ഥ ഞാൻ ഇപ്പോഴും പച്ചയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്നും പറയുന്നില്ല. ആ പ്രായത്തിൽ തോന്നിയ ഒരു പൊട്ടത്തരം. ആ വീഡിയോ സജിനെ അയച്ചു കൊടുത്ത വീഡിയോ ഈ ഫിറോസിന്റെ കയ്യിലുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ, അതായത് അത്രയും വർഷം കേട്ടോ, അത്രയും വർഷം ഒരു 2010-11 താത്ത പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് സജന പറയുന്നത് ഫിറോസിന് പരസ്ത്രീയായിട്ട് ബന്ധമുണ്ട്. അപ്പൊ അതിന് പ്രതികാരമായിട്ട് റിവഞ്ചായിട്ട് ഈ സജന എന്ത് ചെയ്തു? പരപുരുഷന്മാരായിട്ട് ബന്ധം കൂടാൻ വേണ്ടി അവരോട് ഒളിച്ചോടി പോവുക, അവരോട് ഇറങ്ങി പോവുക, അങ്ങനെയൊക്കെയാണ് സജന പ്രതികാരം കാട്ടിക്കുട്ടിയത്. എന്റെ പൊന്നെ, ഏതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ ചിന്തിക്കോ? പൊന്ന് സജന, നിങ്ങൾ ഒന്നൊന്നര അവതാരം തന്നെ കേട്ടോ. ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളതൊന്നും. കണ്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെയൊക്കെ അതിനെ വന്ന് ന്യായീകരണം കൂടി കേൾക്കാൻ നേരത്തെയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മന്ദബുദ്ധികളാണെന്നാണോ നിങ്ങളുടെ വിചാരം? സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത വലിയൊരു മണ്ടത്തരം ആയിപ്പോട്ടെ ഈ ഇന്റർവ്യൂ കൊടുത്തത്. സത്യമായിട്ട് നിങ്ങൾ ചെയ്ത വലിയൊരു മണ്ടത്തരം തന്നെ. ഇപ്പൊ നിങ്ങൾ എന്താന്ന് നിങ്ങൾ തന്നെ ഒന്ന് വലിച്ചു കീറി അങ്ങ് എടുത്ത് കാണിച്ചിരിക്കുക. എന്ത് പറയാനാ? എന്തായാലും ഇനി സജന ഇനി കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ സജന പറയുന്നുണ്ട്, അന്നത്തെ എന്റെ പ്രായമല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയേക്കാം, സ്വാഭാവികം. അന്നത്തെ എനിക്ക് 10-21 വയസ്സ് പ്രായമുള്ളൂ. ആ പ്രായത്തിൽ തന്നെ സജന 2 പിള്ളേരുടെ അമ്മയാണ്. അതായത് 2 അച്ഛന്മാരിലുണ്ടായ 2 പിള്ളേരുടെ അമ്മയാണ് ഈ പറയുന്ന സജന എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ കുറിച്ചൊന്നും ഓർക്കാതെ ഈ മക്കൾ മഹാത്മ്യം പറഞ്ഞു നടക്കണേ. മഹാത്മ്യല്ല, മക്കള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാഗ്ദാനം അടിക്കുന്ന ഈ സജനയാണ് ഈ വന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇവരുടെ അവസ്ഥ വളരെ ശോചനീയമായിട്ടോ. എനിക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവായ ഫിറോസ് ഖാന് കരഞ്ഞു പിടിച്ച് ഈ പറയുന്ന സജനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നാണ് പറയണം. എന്റെ പൊന്നെ, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, ഇല്ലെന്നല്ല, ഞാൻ കണ്ടിട്ടുള്ളതാ. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട്. അവന്മാരോടൊക്കെ പറയണമെന്ന് തന്നെ വിചാരിച്ചു. ഇങ്ങനെയൊക്കെ പോയ ഈ പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നോക്കണമെങ്കിൽ ഒരു മേടിന് വെക്കുക. ഇതിലും അന്തസ്സുണ്ട്. ഇങ്ങനെ കണ്ടവന്മാരുടെ കൂടെ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ എന്ത് വിശ്വസിച്ച് നിങ്ങൾ വീട്ടിലിരിക്കും? എന്ത് വിശ്വസിച്ച് നിങ്ങൾ 4 ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കും? ഒരല്പമെങ്കിലും ഉളുപ്പ് നിങ്ങൾക്ക് വേണ്ടേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ആണുങ്ങൾ, അതായത് ഭാര്യ ഇങ്ങനെ കണ്ടവന്മാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ തിരിച്ചു വിളിക്കാൻ ഉള്ള
ഒരു മനസ്സ് നിങ്ങൾ മാറ്റി വെക്കണം. അത് നിങ്ങൾ ആ സ്പോട്ടിൽ അതുങ്ങൾ കളയുക. പോയ വഴിക്ക് പോയി, അത്രേ ഉള്ളൂ. ആ കോലം കുടിക്കുക, അതാണ് ചെയ്യേണ്ടത്. അത് ഇനി നിങ്ങൾ അതിന് സ്നേഹം വെച്ച് അങ്ങ് കരുതി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാൻ നിൽക്കരുത്. ഇപ്പം ഞാൻ ആണുങ്ങളോടാണെങ്കിലും പെണ്ണുങ്ങളോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം തന്നെയാണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ലൈഫിൽ നമ്മുടെ ഒരു ഗ്ലാസ്സിൽ ചെറിയൊരു കഷ്ണം പൊട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ? അതിനൊരു വിള്ളലുകൾ അവിടെ ഇവിടെയും കിടക്കുന്നുണ്ടാവും. അത് നമ്മുടെ ലൈഫ് ലോങ് അതങ്ങ് പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനേക്കാളും ബെറ്റർ എന്താ, ഇതിപ്പോ അത് അവിടെ വെച്ച് അങ്ങ് നിർത്താം. ഇതിപ്പോ ഇവര് അന്ന്, എനിക്ക് തോന്നുന്നു ഇവര് അന്നേ അങ്ങ് പിരിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഇഷ്യൂ വരില്ലായിരുന്നു. ഇവരിങ്ങനെ പ്രേമിക്കും, ഒരാളുടെ കൂടെ പോകും, തിരിച്ചു വരും, അങ്ങനെ 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 പോയി ലാസ്റ്റ് ഫിറോസിന് പ്രേമം ഓക്കെ, അതൊക്കെ ഓക്കെ, സമ്മതിച്ചു, ഭാര്യയുടെ അഗാധ പ്രേമം. എന്നാലും ഇതുപോലുള്ള തറ വേലകൾക്ക് ഒരാണുങ്ങളും നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെ ലക്ഷ്മി ജയനെ കുറിച്ച് പറയുന്നുണ്ട്. ലക്ഷ്മി ജയൻ അന്ന് ഫിറോസ് ഖാൻ വന്ന് പറഞ്ഞത്, ലക്ഷ്മി ജയൻ എന്ന് പറയുന്നത് ഈ ലക്ഷ്മി ജയനാണ് ഈ സജനെ ഒന്നും കൂടി ചീത്താക്കാൻ വേണ്ടിയിട്ട് കൂട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷെ സജന ഇവിടെ വന്ന് പറഞ്ഞത് ലക്ഷ്മി ജയനും ഈ പറയുന്ന റസൂലൊക്കെയാണ് ഈ സജനെ രക്ഷിച്ചത്. കാരണം കുറെ നാള് ദുബായിൽ പോയി നിന്നപ്പോഴത്തേക്കും സജനയ്ക്ക് വേറെ വരുമാനവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതായത് സജന പറയുന്നുണ്ട്, ബിഗ് ബോസിൽ പോയതിനു ശേഷം എല്ലാവരും വിചാരം ഭയങ്കര വലിയ വരുമാനവും കാര്യങ്ങളും വലിയ പൊസിഷനിൽ എത്തി എന്നൊക്കെ ആയിരിക്കും വിചാരം. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവർക്ക് പക്ഷെ ഭയങ്കര ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ടൈമിൽ സജന കുറച്ചാള് ദുബായിൽ പോയപ്പോൾ അവിടെ ഭയങ്കര മോശമായ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അനുഭവിച്ച സമയത്ത് അവിടുന്ന് രക്ഷപ്പെടുത്തിയത്, അതായത് ബാറിലൊക്കെ, അതായത് ഇപ്പൊ നമ്മുടെ രേണുവൊക്കെ പോയിരുന്ന തൊട്ട് തന്നെ ബാറിലൊക്കെ പോയിരുന്ന് അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും 500 ദറംസ് അവിടെയുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ തരുമായിരുന്നു. അപ്പൊ 500 കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ സജനയൊക്കെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ എന്താ പുറക്കുന്നൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ലാസ്റ്റ് അവർ പറയുന്നത്, അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് കുറച്ചു നാളും കൂടി അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ അവിടെ സജനയൊക്കെ വേറെ എന്തെങ്കിലും പണി ചെയ്യേണ്ടി വന്നേനെ എന്നാണ് സജന പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന ലക്ഷ്മി ജയനും ഈ പറയുന്ന റസൂലൊക്കെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിനോടൊക്കെ ഒരു പ്രത്യേക അടുപ്പമുണ്ട് എന്നാണ് സജന പറയുന്നത്. പിന്നീട് സജന നമ്മുടെ ദിയാസന ഉണ്ടല്ലോ, ദിയാസനയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദിയാസന എന്ന് പറയുന്നവര് കുറച്ച് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഈ തൂഫാന്റെ ഭാഗമായിരിക്കവേ ഇതൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിയാസനയ്ക്കിട്ടും പണിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസനയും ഈ പറയുന്ന സജനയും തമ്മിൽ ഇപ്പൊ ശത്രുക്കളായിട്ട് നിൽക്കണേന്ന്, അതൊരു എനിമീസ് ആണല്ലോ ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇവരെ പെടുത്താൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കാം മേ ബി ഇത് പറയണം. നമുക്കിത് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം ആളാരാ, സജനയാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ആ വോയിസ് ഉണ്ടല്ലോ, ആ വോയിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഫിറോസ് ആണെങ്കിലും ഈ പറയുന്ന ഈ സജനയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചെളി വാരി എറിയുക. അതായത് അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാനാണ്. അതിനകത്ത് എന്തുമാത്രം സത്യമുണ്ട് എന്തുമാത്രം കള്ളം ആണ് നമുക്കറിയത്തില്ല. ഇപ്പൊ ഈ ഫിറോസ് ഖാൻ നമ്മൾ വിശ്വസിക്കാൻ കാരണം ഫിറോസ് ഖാൻ എല്ലാ തെളിവുകളും സഹിതമാണ് ഫിറോസ് ഖാൻ വന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മള് ഈ പറയുന്ന ഫിറോസിനെ വിശ്വസിക്കാൻ കാരണമായത്. അതേപോലെ തന്നെ ഫിറോസിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഈ മറുനാടൻ ചാനലിൽ കാണിക്കുന്നുണ്ട് അവസാനമായിട്ട്. അപ്പൊ നമ്മളൊന്ന് ഓർക്കണം, അതായത് ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നത്തില് ഇൻവോൾവ് ആവണം. ഇവരുടെ ചുറ്റിന് നിന്ന് ഇവർക്ക് കൂടെ നിന്ന് കുറെ ആൾക്കാരും കൂടെയാണ് ഇതിനകത്ത് പെട്ടുപോകണം സത്യം പറഞ്ഞാൽ, അല്ലെ. അതായത് ആ ഫ്രണ്ട്സിനും കൂടി ദോഷമായിട്ട് വരികയാണ് ഈ ഇതിനകത്ത് ടോട്ടലി പറയുവാണെങ്കിൽ. അവസാനത്തെ ഓഡിയോ ക്ലിപ്പിൽ, അതായത് ഫിറോസ് ഈ സജനയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്സ് ഇതിനകത്ത് സജന കേൾപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഓഡിയോ ക്ലിപ്സ് ആണെങ്കിൽ വലിയ വില പോകുന്ന ഓഡിയോ ക്ലിപ്സ് അല്ല. അതിനകത്ത് കൂടുതലും പറയുന്നത് ഇവര് ആത്മഹത്യ ചെയ്യും. അതിൽ കൂടുതലും പറയുന്നത് ഫിറോസ് ആത്മഹത്യ ചെയ്യും, സൂയിസൈഡ് ചെയ്യും, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും ഇതിന്റെ അവസാനം എന്താവും എന്നറിയത്തില്ല. എന്തൊക്കെയാണ് ഇനി പുറത്ത് വരാനിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും നല്ലൊരു ഫെയിമിൽ നിന്ന വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ അങ്ങനെ ഒന്നും ഓർക്കാതെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് ചെളി വാരി എറിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലാണെങ്കിൽ എന്തായാലും സജന ഫിറോസ് കാണിച്ച തെളിവുകളൊന്നും തന്നെ നിഷേധിക്കുന്നില്ല. എല്ലാം സത്യമാണെന്ന് വളരെ വ്യക്തമായും
കറക്റ്റായിട്ടും അവർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോയുടെ ഒരു ബദൽ ഇതായിട്ട്, അതായത് ഇതിന് റെസ്പോണ്ട് ആയിട്ട് ഇനി ഫിറോസ് ഖാൻ വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇതിൽ എന്തായാലും മറ്റേ ദിയ സനയ്ക്കൊക്കെ നല്ലൊരു പണി വരുന്നുണ്ട്. പണി സജന എന്തായാലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കൂടി തന്നെ. എന്തായാലും നമുക്ക് ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.